ഉണ്ടാക്കാം. അതിനകത്ത് ഞാൻ സ്ട്രിങ് എന്ന് കൊടുക്കുന്നു, സ്ട്രിങ് കൊടുക്കുന്നു. നിങ്ങൾക്ക് 2 ഫയലൊന്നും ഉണ്ടാക്കണമെന്നില്ല, വേണമെങ്കിൽ സ്ട്രിങ് തന്നെ ഉണ്ടാകുന്നത്. ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറൊരു അത് അവിടെ കിടക്കട്ടെ, അത് നമ്മൾ കളയണ്ട, അവിടെ കിടന്നോട്ടെ. അപ്പോൾ അടുത്തൊരു വേരിയബിൾ തുറക്കുകയാണ്. ലെറ്റ് എന്ത് കൊടുക്കാം, പേര്. സോ ഞാൻ അശോക് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി. ഇങ്ങനെ വേരിയബിൾ നെയിം കൊടുക്കരുത്, ഞാൻ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഫൺ. ഇതിനകത്ത് നേരെ തിരിച്ചു വേണം ശരിക്കും പറഞ്ഞാൽ നെയിം ഈസ് ഈക്വൽ ടു അശ്വാക് എന്ന് പറഞ്ഞിടാൻ. നമ്മൾ നേരെ തിരിച്ചിട്ടു, അശ്വാക്കിന്റെ സന്തോഷം. ഓക്കെ, ഇതിനെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അശ്വാക് 1 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയും ഉണ്ടാക്കാം, ഞാൻ നേരത്തെ പറഞ്ഞു തന്ന പോലെ. ഓക്കെ, ഇത് നമുക്ക് ഇതിനെ കൊണ്ടുവന്നിട്ട് ഞാൻ നേരത്തെ ഇട്ട പോലെ ഇവിടെ കൊണ്ടിടാം. ഓക്കെ, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക, കൺസോളിൽ വരിക. അശ്വാക് 1 ഞെട്ടാൻ തയ്യാറാണോ? നമ്പറിനകത്ത് നമ്മൾ 5 എണ്ണെ കണ്ടെങ്കിൽ ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറെ ചവറ് കണക്കിന് സാധനങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇതിനകത്ത് എല്ലാം ഒന്നും എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. നമ്മൾ ആവശ്യമുള്ള കുറച്ച് ആൾക്കാരെ മാത്രം നോക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? സോ ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് നമുക്ക് ആവശ്യമുള്ള ആളെന്ന് പറയുന്നത് ഈ കിടക്കുന്ന ലെങ്ത് ആണ്. കണ്ടോ, ഇതിനകത്ത് തന്നെ ഈ സാധനം നോക്കി അറിയാം. ഇതിനെ ഒരു ക്യാരക്ടർ അറേ പോലെയാണ് ഇവന്മാര് സ്റ്റോർ ചെയ്തേക്കുന്നത്. കണ്ടോ, N0 A1 M2 E3 ശ്രദ്ധിച്ചോ? അപ്പൊ ഓരോ ക്യാരക്ടർ അറേ കൈൻഡ് ഓഫ് രീതിയിലാണ് ഇതിന് ഇന്റേണലി സ്റ്റോർ ചെയ്തേക്കുന്നത്. വെച്ചാൽ അതിന് ഓരോ ബ്ലോക്ക് ആയിട്ട് ഓരോ ക്യാരക്ടർ എടുത്ത് ഓരോ അറേക്കകത്ത് വെച്ചിട്ടാണ് അതിനെ വെച്ചേക്കുന്നത്. സോ അതാണ് അതിന്റെ ഒരു കേസ്. ഇതിനകത്ത് നമുക്ക് ലെങ്ത് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് ലെങ്ത് എന്താണോ നോക്കാം ആദ്യം. അപ്പോൾ ഞാനൊരു ലോഗ് ഇടുന്നു, CLG. അതിനകത്ത് ഞാൻ അശ്വാക് ഡോട്ട് ലെങ്ത് വിളിച്ചാൽ എന്ത് വരും നമുക്ക് നോക്കാം. നോഡ് സ്ട്രിങ്. അയ്യോ തെറ്റി, ഇങ്ങനെ വിളിക്കണ്ട ചേട്ടാ എന്നാണോ പറയുന്നത്? ഇത്രയും മതിയോ? യെസ്, ലെങ്തിനപ്പോ ബ്രാക്കറ്റ് ഇല്ല, ജസ്റ്റ് പ്രോപ്പർട്ടി ആണ്. അത് ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ അല്ല. ഇവന്മാരൊക്കെ പറയുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് F ഇട്ടേക്കുന്നത്. പക്ഷെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ അല്ല. പകരം ലെങ്ത് എന്ന് പറയുന്നത് ഈ സ്ട്രിങ് ക്ലാസിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. അതാണ് ഇവിടെ ലെങ്തിന് F ഇല്ലാത്തത്. ഓക്കെ, പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എവിടെയെങ്കിലും കേട്ട് വരിച്ചുണ്ടോ? പ്രോപ്പർട്ടി നമ്മുടെ ഒബ്ജക്റ്റിനകത്തുള്ള, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഒബ്ജക്റ്റിനകത്തുള്ള പ്രോപ്പർട്ടി. അതേപോലെ ഇവിടെ ഒരു ക്ലാസ്, ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്തോ. ഇതിനകത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതാണ് ലെങ്ത്. കീ എന്ന് പറയുന്ന ലെങ്ത് ആണ്, വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. സോ ആ പ്രോപ്പർട്ടി വിളിച്ചു, ലെങ്ത് കിട്ടി. അതാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഇത് കുറെ യൂസ് ചെയ്യും, ചവറ് കണക്ക് യൂസ് ചെയ്യും. ഓക്കെ, സോ അടുത്ത ആൾ ഇതിനകത്ത് ഏറ്റവും വലിയ പുള്ളി എന്ന് പറഞ്ഞാൽ ചാർട്ട് ആണ്. ചാർട്ട് എനിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയെന്ന് തോന്നുന്നു. ഞാനപ്പോ നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടറേക്കകത്ത് ലൈക്ക് ഈ സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് ഈവൻതോ പരന്തു ലൈക്ക് അങ്ങനെ ആണെങ്കിലും ഇതിനെ വെക്കുന്നത് 0, 1, 2, 3 അങ്ങനെ ഓരോ പൊസിഷൻ, അതിനൊരു ഓരോ പേര് പറഞ്ഞു കൊടുക്കും. എന്ന് വെച്ചാൽ N0 പോയിരുന്നോ, A പോയി 1 ചെയ്യുന്നു, അങ്ങനെ ഇവന്മാർക്ക് ഓരോർക്കും ഇതിനെ ഓരോ കീ വാല്യൂ പേരിലാണ് വെക്കുന്നത്. ഇതും പക്കാ ദേശം പോലെ തന്നെ കണ്ടാൽ ഇതിനെ ഒരു 0 എന്ന് പറയുന്ന കീ വിളിച്ചാൽ വാല്യൂ എന്ന് കിട്ടും. സോ അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചാർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, ചാർ അറ്റ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടെന്ന് തോന്നുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ ക്യാരക്ടറിന്റെ സാധനം നോക്കാം. എന്നാൽ നമുക്ക് ലോഗ് ചെയ്യാം. ഞാൻ അശ്വാക് ഡോട്ട് ചാർ അറ്റ് 0 എന്ന് കൊടുത്താൽ 0th ക്യാരക്ടർ വരും. അൺഡിഫൈൻഡോ? അതെന്താ? ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, അത് ഫംഗ്ഷൻ ആണ്, സ്ക്വയർ ബ്രാക്കറ്റ് അല്ല. കണ്ട, 0യിലുള്ളത് N ആണ്, അപ്പൊ 1ലുള്ളത് ആരായിരിക്കും? A ആണ്. സോ ഇതാണ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ചാർട്ട് ലെങ്ത് ആയി. ഇനി ഇത് കഴിഞ്ഞാൽ ആരാ ഉള്ള? ചാർട്ടായി, ലെങ്ത് ആയി. ഇതൊന്നും ആവശ്യമില്ല. കോൺകാറ്റ് എന്ന് പറയുന്നത് 2 സ്ട്രിങ്ങിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാനാണ്. എന്ന് വെച്ചാൽ കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത് എനിക്കിപ്പോ ലെറ്റ് സ്ട്രിങ് 1 എന്ന് പറയുന്നത് അലോയും, പിന്നെ അത് കഴിഞ്ഞിട്ട് ലെറ്റ് str2 എന്ന് പറയുന്നത് വേൾഡും ഉണ്ടെന്ന് കരുതിക്കോ. ഓക്കെ, സോ ഇങ്ങനെ 2 സാധനങ്ങൾ ഉണ്ടെങ്കിൽ കോൺകാറ്റ് എന്ന് പറയുന്നത് എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിന് രണ്ടിനെയും കോൺകാറ്റ് str ഡോട്ട് കോൺകാറ്റ്. ഇങ്ങനെയാണോ എന്തോ സിന്റാക്സ്, നമുക്ക് കൊടുത്തു നോക്കാം. കോൺകാറ്റിനേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, കണ്ടോ? സോ ഇതാണ് കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. വെച്ചാൽ 2 വേരിയബിൾസിനെ ലൈക്ക് 2 ഡിഫറെന്റ് സ്ട്രിങ്ങിനെ ഒന്നാക്കും. ഇതിനകത്തൊരു ക്യാച്ച് ഉണ്ട്, എന്താണെന്നറിയാവോ ആർക്കെങ്കിലും? സോ ഇതിനകത്തുള്ള ക്യാച്ച് എന്താന്ന് വെച്ചാൽ ചില സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒറിജിനൽ സ്ട്രിങ് മോഡിഫൈ ആവത്തില്ല. ഓക്കെ,
എനിക്കിപ്പോ ഇവിടെ str1 ഉണ്ട്, str2 ഉണ്ട്. ഞാനിവിടെ str1 ഡോട്ട് കോൺകാറ്റ് str2 കഴിഞ്ഞിട്ട് ഞാനിവിടെ str1 str2 ലോഗ് ചെയ്ത് നോക്കാം. ഓക്കെ, str2 ഞാനിവിടെ ലോഗ് ചെയ്തു. ഇത് രണ്ടും ഞാനിവിടെ ലോഗ് ചെയ്യണം. കണ്ട ലൈക്ക് ഇതിനകത്ത് ഇതിന് രണ്ടിനെയും ഈ ഒരു സാധനം ചെയ്തിട്ടില്ല. ലൈക്ക് നമ്മുടെ str1 str2 ഇൻടാക്ട് ആണ്. ഈവൻ ദോ ഇവിടെ str1 ഡോട്ട് കോൺകാറ്റ് str2 ചെയ്തപ്പോൾ str1ന്റെ കൂടെ str2 ചെയ്തെങ്കിലും ഈ സാധനം എന്ന് പറയുന്നത് ഇപ്പോഴും ഇൻടാക്ട് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഞാൻ കരുതി str1 എന്നുള്ളത് ഹലോ വേൾഡ് ആവുന്ന ആയില്ല, പക്ഷെ അങ്ങനെ ആവുന്ന സാധനങ്ങളുണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. സോ ചീറ്റിപ്പോയി ഗൈസ്, ആരും കണ്ടില്ല. ഓക്കെ, അപ്പൊ കോൺകാറ്റ് എത്താന്നുള്ളത് നമ്മൾ നോക്കി. അടുത്തത് കൺസ്ട്രക്ടർ നമ്മൾ കണ്ടു. കൺസ്ട്രക്ടർ ആണ് എന്താണ് ഈ സാധനം, നമ്മളെ ജസ്റ്റ് സ്ട്രിങ് എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന കൺസ്ട്രക്ടറാ. അടുത്തത് എൻസ് വിത്ത്. ഇതൊക്കെ പേര് കൊണ്ട് തന്നെ മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. എൻസ് വിത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന സ്ട്രിങ് എൻഡ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ വെച്ചാണോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ക്യാരക്ടർ വെച്ചാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു ഐ മീൻ ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. എൻഡ്സ് വിത്ത്, ഹാസ് ദിസ്, ഇൻക്ലൂഡ്സ് അല്ലെങ്കിൽ ഈസ് ഫോൾസ്, ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ഫംഗ്ഷന്റെ പേര് വെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിന്റെയൊക്കെ ഔട്ട്പുട്ട് എന്തായിരിക്കും. കോൺകാറ്റ് എന്ന് പറയുമ്പോൾ ഒട്ടിക്കുക, അപ്പൊ എനിക്ക് കിട്ടേണ്ട എന്താണ് ഒട്ടിച്ച വാല്യൂ. അതേസമയം എൻസ് വിത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എൻഡ് ചെയ്യുന്നുണ്ടോ, അപ്പൊ ഉണ്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എൻ എസ് ഓർ നോ സാധനം. അപ്പൊ അത് അങ്ങനത്തെ രീതിയിൽ റീഫ്രൈസ് ആവും. നമുക്കപ്പൊ ഇവിടെ str1 ഡോട്ട് എൻസ് വിത്ത് ഇതിനകത്ത് എല്ലോ കൊടുത്തു നോക്കാം. ഓക്കെ, str1 എല്ലോ വെച്ചാണോ എൻഡ് ചെയ്യുന്നത്? ഫോൾസ്, എല്ലോ വെച്ചല്ല എൻഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്പേസും കൂടി ഇട്ടാൽ അത് ട്രൂ ആയി. കണ്ട, സോ അതാണ് എൻസ് വിത്തിന്റെ. ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട്സ് വിത്തും ഉണ്ട്. str1 കുറേ, നമുക്ക് str2 നോക്കാം. str2 സ്റ്റാർട്ട്സ് വിത്ത് WORLD മൊത്തം കൊടുത്തു. അതിനകത്ത് കണ്ട, സ്റ്റാർട്ട്സ് വിത്ത് W മാത്രം കൊടുത്താൽ അത് ട്രൂ അടിച്ചു വരും. W മാത്രം അടിച്ചാൽ ഞാനിവിടെ സ്റ്റാർട്ട്സിന് ഒരു ഓക്കെ സോ കണ്ട ഇപ്പൊ ട്രൂ വന്നു. ഞാൻ പക്ഷെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും കൊടുത്തു അത് ഫോൾസ് ആവും. സോ അതാണ് സ്റ്റാർട്ട്സ് വിത്തും എൻഡ്സ് വിത്തും. നമ്മളപ്പോ ഇതിനകത്ത് ഫിക്സഡ് കണ്ടു, ഫോൺ കളർ വേണ്ട. ഇൻക്ലൂഡ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട്സ് വിത്തും എൻഡ്സ് വിത്തും പോലെ തന്നെ ഒരു സാധനം തന്നെയാണ്. ആ പർട്ടിക്കുലർ സ്ട്രിങ്ങിനകത്ത് ഒരു സാധനം ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ str1 ഡോട്ട് ഇൻക്ലൂഡ്സ് ഇ ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും. str1 ഡോട്ട് ഇൻക്ലൂഡ്സ് ഇ എന്ന് കൊടുത്താൽ ഇ ഉണ്ടെങ്കിൽ ട്രൂ വരും, ഇല്ലെങ്കിൽ ഫോൾസ്. പറയുന്നത് ഇൻഡെക്സ് ഓഫ് ആണ്. എനിക്കിപ്പോ എന്റെ ഒരു പേര് കൊടുക്കാം, പാവ അശോക്. അശോക്കിന് നമ്മൾ തട്ടി, അശോക് മാറി str1. ഇനി ഞാൻ മൈ നെയിം എന്ന് കൊടുത്തു. ഓക്കെ, മൈ നെയിം എന്ന് പറയുന്നത് അശ്വിൻ അശോക്. ഓക്കെ, ഇനി എനിക്ക് അറിയേണ്ടത് മൈ നെയിമിനകത്തുള്ള എന്റെ ഇൻഡെക്സ് എത്ര. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ട്രിങ്ങിനെയും ഒരു ഇൻഡെക്സ് വാല്യൂ കാണും. അതിന് ഇങ്ങനത്തെ ഒരു കീ വാല്യൂ അല്ലെങ്കിൽ അതിന് ഓരോ ഇൻഡെക്സോ അതൊരു സ്ട്രിങ് ആണെങ്കിൽ ആ സ്ട്രിങ്ങിനകത്തുള്ള ഓരോ ക്യാരക്ടറിനെയും ഓരോ കീ വാല്യൂ അല്ലെങ്കിൽ ഓരോ ഇൻഡെക്സ് അസൈൻ ചെയ്യും. അതാണ് ഈ കാണിക്കുന്നത്. അപ്പൊ എനിക്കിപ്പോ എന്റെ ഈ പേരിനകത്തും എക്ക് 0 കൊടുത്താണ്, എസിന് 1 കൊടുത്താണ്, അങ്ങനെ കൊടുത്തു കാണും. എനിക്കിപ്പോ അറിയേണ്ടത് എന്റെ ഈ ഒരു സ്ട്രിങ്ങിനകത്തുള്ള ഐന്റെ ഇൻഡെക്സ് എത്ര. ഐ എന്ന് പറയുന്നത് എത്രാമത്തെ ഇൻഡെക്സിനാണ്. അപ്പൊ വലിയൊരു സ്ട്രിങ് ആണ്, എനിക്ക് എണ്ണി എടുക്കാൻ പാടാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മൈ നെയിം ഡോട്ട് ഇൻഡെക്സ് ഓഫ് ഐ കൊടുത്തു കഴിഞ്ഞാൽ ഐയുടെ ഇൻഡെക്സ് വരും. നമുക്ക് ബാക്കിയുള്ള ഒന്ന് ലോഗ് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്യാം. കണ്ടോ, ഐ എന്ന് പറയുന്നത് 3rd പൊസിഷനിലാണ്. 0 1 2 3. ഞാൻ നേരത്തെ പറഞ്ഞാല് നമ്മുടെ ഇതിനകത്ത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 0 ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ തുടങ്ങുന്ന കൗണ്ടിങ് എല്ലാം മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഒരു 90% സ്ഥലങ്ങളിലും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്, 1 എന്നല്ല. അപ്പോ A0 S1 W2 I എന്ന് പറയുന്നത് 3, അതുകൊണ്ട് 3 വന്നു. സോ അതാണ് ഇൻഡെക്സ് ഓഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആരുണ്ട്, ലാസ്റ്റ് ഇൻഡെക്സ് ഓഫും. ഈ ഇൻഡെക്സ് ഓഫ് എന്താണെന്ന് മനസ്സിലായ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് മനസ്സിലാവും. എന്റെ ഒരു സ്ട്രിങ്ങിനകത്ത് ചിലപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ 2 A ഉണ്ട്. എനിക്കപ്പോ അവസാനത്തെ ഞാനിപ്പോ ഇവിടെ A ആണ് കൊടുത്തതെന്ന് എഴുതിക്കോ. ഓക്കെ, 0 എന്ന്. പക്ഷെ എനിക്ക് അവസാനത്തെ എന്റെ ഇൻഡെക്സ് ആണ് അറിയേണ്ടത്. ഒരു വലിയ സ്ട്രിങ്ങിനകത്ത് അവസാനത്തെ എന്റെ ഇൻഡെക്സ് ആണ് അറിയെങ്കിൽ ലാസ്റ്റ് കൊടുക്കുക
ഇൻഡെക്സ് ഓഫ് കൊടുക്കുക, 6 ആയി. കണ്ടോ, സിമ്പിൾ, അത്രേ ഉള്ളൂ. അതപ്പോ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ആയി. പിന്നെ നമുക്ക് എന്താ ഉള്ള, ഇതൊന്നും ആവശ്യമില്ല, ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അതൊക്കെ നമുക്ക് അവിടെ കിടക്കട്ടെ. മാച്ച് അവിടെ കിടക്കട്ടെ, മാച്ച് ഒന്നും ഇപ്പൊ ആവശ്യമില്ല. പാഡ് സ്റ്റാർട്ടൊക്കെ അവിടെ കിടക്കട്ടെ. റീപ്ലേസ് റിപ്പീറ്റ്. റീപ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു സ്ട്രിങ്ങിനകത്തുള്ള ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ, പിന്നെ ആ സ്ട്രിങ്ങിനകത്ത് ഈ ക്യാരക്ടറിന്റെ എത്ര റിപ്പീറ്റേഷൻ വന്നാലും അതിനെ എനിക്ക് വേറൊരു സാധനം വെച്ച് റീപ്ലേസ് ചെയ്യണം. എന്ന് വെച്ചാൽ എയിനെ എല്ലാത്തിനും എനിക്ക് ഇസഡ് വെച്ച് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ എനിക്ക് ഉപയോഗിക്കാം. റീപ്ലേസ് റീപ്ലേസ് എന്ത് വെച്ച് എന്ത്. കണ്ട, ഇവിടെ കാണിക്കും സെർച്ച് വാല്യൂ കോമ റീപ്ലേസ് വാല്യൂ. സെർച്ച് വാല്യൂ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്, അത് കഴിഞ്ഞ് റീപ്ലേസ് വാല്യൂ. അപ്പൊ എനിക്ക് സെർച്ച് ചെയ്യേണ്ട എ ആണ്, റീപ്ലേസ് ചെയ്യേണ്ടത് ഇസഡ് വെച്ചാണ്. ഓക്കെ, എന്താ ഇതെന്ത് എക്സ് പറഞ്ഞത്? ഞാൻ ഷിഫ്റ്റിന് വരെ കൺട്രോൾ പ്ലസ് ചെയ്തോണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എല്ലാ ഏരിയ ഇസഡ് വെച്ച് റീപ്ലേസ് ചെയ്യണം. നമുക്ക് നോക്കാം, ഇതാണ്ടാ. അത് ആദ്യത്തേനെ മാത്രമേ റീപ്ലേസ് ചെയ്തുള്ളൂ, എല്ലാത്തിനെയും റീപ്ലേസ് ചെയ്തില്ല. ഓക്കെ, റീപ്ലേസ് ഓൾ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? ഇതാ കണ്ടോ, അത്രേ ഉള്ളൂ. റീപ്ലേസ് ആണെങ്കിൽ ആദ്യത്തെ എ മാത്രം ചെയ്യും, റീപ്ലേസ് ഓൾ ആണെങ്കിൽ എല്ലാ എനെയും റീപ്ലേസ് ചെയ്യും. സോ നമ്മളിപ്പോ 2 എണ്ണം കണ്ടു. ഇതാ റീപ്ലേസ് ഓൾ ഉണ്ട്. പിന്നെ സെർച്ച് എന്ന് പറയുന്നത് ഒരെണ്ണത്തിനകത്ത് ഉണ്ടോ ഇല്ലെന്നുള്ളത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതപ്പോ ഉണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യാം. അതെന്ത് റിട്ടേൺ ചെയ്യുന്നത്? അതിന്റെ റിട്ടേൺ ടൈപ്പ് ഇൻഡെക്സ് ആണോ ഇതാണോ? നമുക്ക് അത് കൊടുത്തു നോക്കാം. ഐ ആം കൺഫ്യൂസ്ഡ് ഓവർ ദർ. സോ മൈ നെയിം ഡോട്ട് എന്തുവായിരുന്നടാ? സെർച്ച്. അതിന്റെ ആർഗ്യുമെന്റ് എന്താണ്? സെർച്ചർ. അതൊരു നമ്പറാണ്. ഓക്കെ, അത് ഞാൻ ഉദ്ദേശിച്ചതാണല്ലോ. നമുക്ക് എന്തായാലും നമ്പർ കൊടുത്തു നോക്കാം. 0 അറിയാം, മൈനസ്. അപ്പൊ അതിനോട് എ കൊടുത്താലോ, 0. ഓക്കെ, അപ്പൊ അതിന്റെ ഇൻഡെക്സ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് എസ് കൊടുത്താൽ 1 കിട്ടുമെങ്കിൽ റിട്ടേൺ ചെയ്യാം. സോ സെർച്ച് എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടറിന്റെ ആദ്യത്തെ ഇൻഡെക്സ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ -1 റിട്ടേൺ ചെയ്യും. അടുത്തത് ആരാ? നമുക്ക് സെർച്ച് ഉണ്ട്. സ്ലൈസും അവിടെ നിക്കട്ടെ, അത് കുറച്ച് വലിയ പുള്ളിയാണ്, കുറച്ച് കൺഫ്യൂസിങ് വരാൻ സാധനം. സ്പ്ലിറ്റ് ഞാൻ പറയാം. സ്റ്റാർട്ട്സ് നമ്മൾ കവർ ചെയ്തു. ഒക്കെ നമ്മൾ ഇപ്പം പഠിച്ചാലും യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും ഗൂഗിൾ ചെയ്ത് നോക്കാം. നമ്മൾ എന്തായാലും സാധനം മറന്നു, അത് ഉറപ്പാണ്. ഇത് മൊത്തം തലയിൽ നിൽക്കത്തില്ല. ആവശ്യം വരുമ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പൊ ഗൂഗിൾ പറഞ്ഞിട്ട് എടാ ഇങ്ങനൊരു സാധനം ഉണ്ട്, ഇത് ഇട്ടാ മതി എന്ന് പറയുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കും. അതാണ് എപ്പോഴും നടക്കാറുള്ളത്. എന്റെ അവസ്ഥയും അത് തന്നെയാണ്. നമുക്കപ്പോ അടുത്ത സെർച്ച് കഴിഞ്ഞു. അടുത്ത നമുക്ക് സ്ലൈസ് ഉണ്ട്. സ്ലൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്ലൈസിലോട്ട് കിടക്കാം, കുറച്ച് സ്ലൈസ് ആവാം. ഓക്കെ, നമുക്ക് സ്ലൈസ് ഉണ്ടായിരുന്നു അല്ലെ, നമുക്ക് സ്ലൈസ് ലാസ്റ്റ് നോക്കാം. നമുക്ക് അടുത്തത് സ്പ്ലിറ്റ് നോക്കാം. കൺസോളിലോട്ട് ലോഗ് CLG മൈ നെയിം ഡോട്ട് സ്പ്ലിറ്റ് മാത്രം ഇങ്ങനെ ഓർത്ത് നോക്കാം, എന്താ വരും അറിയാലോ. ഓക്കെ, ഒന്നും വന്നില്ല. ഇങ്ങനെ കൊടുത്ത എന്താ വരിക? ഇതാ ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് സ്പ്ലിറ്റ് ചെയ്തത് ഇങ്ങനെ ഇട്ടി, ഇതിനകത്തൊരു സ്പേസ് ഇട്ടാലോ, 2 എണ്ണം കിട്ടി. സോ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു അറേ കാണാം, അല്ലെങ്കിൽ പക്ഷേ നമ്മുടെ അറേ അല്ലല്ലോ, നമ്മുടെ സ്ട്രിങ്ങിനെ നമ്മൾ കൊടുക്കുന്ന ഒരു ക്യാരക്ടർ കാണും. ആ ക്യാരക്ടറിന്റെ ഒക്കറൻസ് എവിടെയാണോ വരുന്നത് അത് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കി തരും. ഞാനിപ്പോ ഇവിടെ ഒന്നും കൊടുക്കാതിരുന്നപ്പോൾ അത് എല്ലാ ക്യാരക്ടറിനെയും ഓരോ അറേ എലമെന്റ്സ് ആയിട്ട് തന്നു, ഇൻക്ലൂഡിങ് ഈ സ്പേസിനെ വരെ എടുത്തൊരു അറേ എലമെന്റ് ആക്കി. പക്ഷെ ഞാൻ ഇവിടെ സ്പ്ലിറ്റിനകത്ത് ഒരു സ്പേസ് ഇട്ടപ്പോൾ എന്താ ചെയ്തത്? ആ സ്പേസിന്റെ ഒക്കറൻസ് എവിടെയാണോ ആ പോയിന്റിൽ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് 2 അറേ ആക്കി തന്നു. ഞാൻ ഇനിയിപ്പോ ഇവിടെ എ ആണ് കൊടുക്കുന്നത് കരുതിക്കോ, കണ്ടോ, എ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് 3 എണ്ണം ആക്കി തന്നുണ്ടോ. സോ അതാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇനിഷ്യൽ സ്ട്രിങ്ങിന് നമ്മൾ കൊടുക്കുന്ന ഒരു ക്യാരക്ടർ വെച്ചിട്ട് പോയിന്റിൽ വെച്ചിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് അറേ ആക്കി റിട്ടേൺ ചെയ്യും. സോ അതാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അറേ എന്താ നമ്മൾ കവർ ചെയ്തിട്ടില്ല, നമ്മൾ പോകുന്ന വഴിക്ക് ഇനി കവർ ചെയ്യുന്നതായിരിക്കും. അറേയിലോട്ട് കയറും. 2 അപ്പർ കേസും 2 ലോവർ കേസും സാധനം ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്കിപ്പോ ഒരു സ്ട്രിങ് കയ്യിലുണ്ട്, ആ സ്ട്രിങ്ങിന് എനിക്ക് മൊത്തം ആ സ്ട്രിങ്ങിനകത്തുള്ള ക്യാരക്ടറിനെ എല്ലാം പിടിച്ച് എനിക്ക് അപ്പർ കേസിലാക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൈ നെയിം ടു അപ്പർ കേസ്. അതുപോലെ തന്നെ നമുക്ക് കൺസോൾ ഡോട്ട് ലോഗ്
കണ്ട ഐ മീൻ ലൈക്ക് നമുക്ക് ഇങ്ങനെ രണ്ട് ഐറ്റംസ് ഉണ്ട്. ഇത് രണ്ടും ഇട്ടാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ സ്ട്രിങ്ങിനെ പിടിച്ച് അപ്പർ കേസിലാക്കും, അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിനെ പിടിച്ച് ലോ കേസ് ആക്കും. അപ്പൊ ലൊക്കേൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലൊക്കേഷൻ ബേസ് ചെയ്ത് എന്തെങ്കിലും സാധനം ഓവർ ദ ടോപ്പ് ആഡ് ചെയ്യുമായിരിക്കും. ഞാനത് യൂസ് ചെയ്തിട്ടില്ല. സോ അതായിരിക്കണം ആ ലൊക്കേൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ IN/. ഇതിന്റെ ഓരോ രാജ്യത്ത് ചിലപ്പോൾ എന്തെങ്കിലും ക്യാരക്ടറിന്റെ അപ്പർ കേസിങ്ങിന്റെ എന്തെങ്കിലും ഡിഫറൻസ് കാണും. സോ അത് വെച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ടു സ്ട്രിങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ട്രിം എന്ന് പറയുമ്പോഴത്തേക്ക് ട്രിം ആണ് അടുത്ത പുള്ളി. ട്രിമ്മിന് നമുക്ക് ആവശ്യമുണ്ട്. ട്രിം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു സ്ട്രിങ്ങിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ചിലപ്പോൾ ചവർ ഒരു കാര്യമില്ല വാല്യൂസ് കാണാൻ. ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്ട്രിങ് യൂസർ ഇൻപുട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ മൈ നെയിം എന്ന് എൻ്റർ ചെയ്താൽ കണ്ട എല്ലാത്തിന്റെയും ഫ്രണ്ടിലും ബാക്കിലും കുറെ സ്പേസ് വന്നുണ്ടോ? ഈ സാധനത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രിം വരയ്ക്കുന്നത്. ഇതപ്പോ ഇട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഡേറ്റാബേസിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ സ്പേസും കൂടെ കയറിപ്പോവും. അതപ്പോ അൺനെസസറി ആയിട്ടാണ് ക്യാരക്ടർ കൗണ്ട് കൂട്ടുന്നത്. നമ്മുടെ ഡേറ്റാബേസിനകത്ത് ചിലപ്പോ നെയിം എന്ന് പറഞ്ഞ റോയ്ക്കകത്ത് 255 ക്യാരക്ടേഴ്സേ വെക്കാൻ പറ്റുള്ളൂ എന്ന് കരുതിക്കോ. അപ്പോ അതിനകത്തുള്ള പകുതി സ്പേസ് ആണെങ്കിൽ എന്ത് ചെയ്യും? പേര് കൊള്ളത്തില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡേറ്റാബേസ് എത്തുന്നതിന് മുന്നേ തന്നെ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ .trim ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോക്കി നോക്കാം. ഇതാണ്ട ഞാൻ ട്രിം ഇട്ട ആദ്യത്തെ നെയിം ട്രിമായി. അതേപോലെ എനിക്ക് വേണേൽ എല്ലാത്തിലും ഇടാം. പിന്നെ രണ്ട് ഫംഗ്ഷനൊക്കെ ഗ്രൂപ്പ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയൊന്നും ഇടുന്നോണ്ട് ഒരു പ്രശ്നവും ഇല്ല. കണ്ട ഇപ്പൊ മൂന്നിന്റെ ഫ്രണ്ടിലും ബാക്കിലുള്ള സ്പേസ് പോയി. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ട്രിം എൻഡ് ഉണ്ട്, ട്രിം സ്റ്റാർട്ട് ഉണ്ട്, ട്രിം ലെഫ്റ്റ് ഉണ്ട്, ട്രിം റൈറ്റ് ഉണ്ട്. ലൈക്ക് സ്പെസിഫിക്കലി ഫ്രണ്ടിലെ സ്പേസ് കളഞ്ഞാൽ മതി, ബാക്കിലെ സ്പേസ് കളയണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പാസ്വേഡിനകത്തൊന്നും കയറി ഇത് ചെയ്തു വെക്കരുത് പിള്ളേരെ. പാസ്വേഡിനകത്ത് യൂസേഴ്സ് സ്പേസ് ഇരുന്നതാണ്. ഒക്കെ MDL വെച്ച് പഠിക്കാം ഗൈസ്. എന്താണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്? സോ ഇവന്മാരൊരു പ്രോഗ്രാം തരുന്നുണ്ട്, നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് മോസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ ഇതിനകത്ത് മനസ്സിലാവാത്തതാണ്. ഇവന്മാര് ഇവിടെ ലിസ്റ്റ് കണക്ക് ആ സാധനം ഫുള്ള് കൊടുത്തിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾസ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഇതൊക്കെ ഇട്ടേക്കുന്നത് ഡിപ്രീഷിയേറ്റഡ് ആണ്, ഇപ്പൊ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊന്നും കവർ ചെയ്തിട്ടില്ല, നമ്മൾ സപ്പ് വിട്ടു, അങ്ങനെ ഇതാണ്ട ഇതൊക്കെ ഉപയോഗിക്കാത്ത സാധനങ്ങളാണ്. ഫിക്സഡ് നമ്മൾ നോക്കില്ല, നമ്മൾ 2 ഫിക്സഡ് ആണ് നോക്കിയത്. അപ്പൊ ലൈക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പൊ ഇൻ യൂസ് ഇല്ല എന്ന് കാണിക്കുന്നതാണ്. എന്റെ മൈക്കിന്റെ ഐക്കൺ ഇവിടെ പോയി. ഇതിനകത്തില്ല. ഓക്കെ, സോ അതാണ് അതിന്റെ കേസ്. അപ്പൊ നമ്മൾ എവിടെയായിരുന്നു സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. യെസ്, റൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഫോക്സ് വരുന്നുണ്ട്, ഇവിടെ കെ വരുന്നുണ്ട്, ഇവിടെ അറേക്കകത്ത് ക്വിക്ക് ബ്രൗൺ ഫോക്സ്, ജംസ് ഓഫ് ലേസി ഡോഗ്. ഇവിടെ സ്പ്ലിറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മളിപ്പോ ആദ്യത്തേനകത്ത് നമ്മൾ സ്പ്ലിറ്റ് കവർ ചെയ്തായിരുന്നു. നമ്മൾ സ്പ്ലിറ്റ് കവർ ചെയ്തായിരുന്നല്ലോ. ഞാൻ ഏതാ പിന്നെ കവർ ചെയ്യാതെ വിട്ട്? സ്പ്ലിറ്റ് അല്ല ഗോയ്സ്, സ്ലൈസോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. സ്ലൈസ് ആണ്, സോറി. സ്പ്ലിറ്റ് നമ്മൾ കവർ ചെയ്തായിരുന്നു. മൈക്ക് അൺമ്യൂട്ട് ചെയ്തായിരുന്നു ഞാൻ. ഓക്കെ, നമ്മൾ കവർ ചെയ്യാനുള്ളത് സ്ലൈസ് ആണ് ഗോയ്സ്, സോറി. സ്ലൈസ്, യെസ്, സ്ലൈസ്. റൺ ചെയ്ത് നോക്കാം എന്താ വരുന്നതെന്ന്. ഓക്കെ, സ്ലൈസ് എന്ന് പറഞ്ഞാൽ ചെയ്ത് എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് നോക്കിക്കേ, നമുക്ക് ആദ്യം സബ്സ്ട്രിങ് പഠിക്കാം, എന്നിട്ട് നമുക്ക് സ്ലൈസിലോട്ട് വരാം. ഓക്കെ, അതായിരിക്കും നല്ലത്. രണ്ടും ഏകദേശം ഒരേ ആൾക്കാർ തന്നെയാണ്, ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. സബ്സ്ട്രിങ്ങിലോട്ട് പോകാം. ഞാനപ്പോൾ ഇത് മൊത്തം കമന്റ് ചെയ്യാണ്, ഇവന്മാരൊന്നും ആവശ്യമില്ല. പാവാഷ്വാക്കിന് മാത്രം കമന്റ് ചെയ്തിട്ടേക്കാം.